ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ജ്യോതിഷ സന്താന യോഗ ചിന്ത. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം പ്രത്യുൽപാദന ശേഷി തന്നിട്ടുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. എന്നാൽ ചില മനുഷ്യർക്ക് യഥാസമയം സന്താന ലബ്ധി ലഭിക്കുന്നില്ല. ചിലർക്ക് സന്താനമേ ഉണ്ടാകാറില്ല. ചിലർ വിവാഹം കഴിഞ്ഞ് പല കാരണങ്ങളാൽ തൽക്കാലം സന്താനം വേണ്ടെന്നും ഒരു നിശ്ചിത കാലം കഴിഞ്ഞു മതി എന്നും തീരുമാനിക്കുന്നു. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സന്താനം ദൈവത്തിന്റെ വരദാനമാണ്. അതിനെ വെല്ലുവിളിക്കാൻ നമ്മൾ ആളല്ല. ദൈവികമായ ഒരു പ്രവർത്തനമാണ് സന്താന ഉൽപാദനത്തിനായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രവൃത്തി. ചില സമുദായങ്ങളിൽ ഇതിനായി മുഹൂർത്തം നോക്കുന്ന പതിവുമുണ്ട്. പ്രത്യേകിച്ച് വിവാഹശേഷം ആദ്യമായി ശാരീരിക ബന്ധം പുലർത്താൻ ഇതിനെ ശാന്തി മുഹൂർത്തം എന്നാണ് പറയുന്നത്. സന്താനം ഉണ്ടാകാത്ത ദമ്പതികൾക്ക് കടുത്ത ഉത്കണ്ഠയും നിരാശയും ഉണ്ടാകുന്നു. ഈ സമയങ്ങളിൽ സന്താന സാധ്യതയെ പറ്റി അറിയാൻ ദമ്പതികൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നു. ജാതകത്തിൽ സന്താന യോഗം ഉണ്ടോ, എപ്പോൾ സന്താനം ഉണ്ടാകും, വൈകുന്നതിന്റെ കാരണം എന്താണ്, ഈ വക കാര്യങ്ങളാണ് ഇവർക്ക് അറിയേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി പറയാൻ ജ്യോതിഷത്തിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ജാതകവശാലും പ്രശ്നവശാലും സന്താന സൗഭാഗ്യത്തെ കുറിച്ച് വ്യക്തമായി പറയാൻ ഉത്തമനായ ഒരു ജ്യോത്സ്യന് വളരെ നിഷ്പ്രയാസം സാധിക്കും. ദമ്പതികളുടെ ഗ്രഹനിലകൾ പരിശോധിച്ച് സന്താന ഭാവത്തെക്കുറിച്ച് ചിന്തിച്ച് സ്ത്രീയുടെ ക്ഷേത്രബലവും പുരുഷന്റെ ബീജബലവും കണ്ടുപിടിച്ച് ഇതിനുള്ള മാർഗങ്ങൾ ജ്യോതിഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇവയെല്ലാം അനുകൂലമായ, അതായത് സ്ത്രീക്ക് ക്ഷേത്രബലവും പുരുഷന് ബീജബലവും ഉണ്ടെങ്കിൽ നിശ്ചയമായും സന്താനം ഉണ്ടാകും. സന്താനം ഉണ്ടാകാൻ കാലതാമസം ഉണ്ടാകുമോ, എത്ര നാൾ കഴിയും എന്നെല്ലാം നമുക്ക് പ്രശ്നം പറ്റും ജാതകത്തിൽ നിന്നും വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ, അബോർഷൻ വന്നുകൂടുമോ എന്നും കണ്ടുപിടിക്കാവുന്നതാണ്. സന്താനഭാവമായ 5-ാം ഭാവത്തിന് ശുഭഗ്രഹ യോഗ ദൃഷ്ടികൾ, കാരക ദൃഷ്ടികൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ സന്താനം ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. വിവാഹം കഴിഞ്ഞ് 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ പരിഹാരം തേടി ഇവർ ഡോക്ടറെ സമീപിക്കുന്നു. ദമ്പതികളുടെ ശാരീരിക പരിശോധന നടത്തി ലൈംഗിക അവയവങ്ങൾക്കും ബീജ അണ്ഡങ്ങൾക്കും വൈകല്യമുണ്ടോ എന്ന് വിവിധ തരം പരിശോധനകൾ നടത്തി കണ്ടുപിടിക്കുന്നു. എന്നാൽ ചികിത്സ തുടരുകയും സന്താനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇക്കൂട്ടർ ജ്യോത്സ്യനെ സമീപിക്കുന്നത്. ദുരൂഹമായ ഇതിന്റെ കാരണം തേടിയാണ് ഇവർ. ജാതകത്തിൽ സന്താനയോഗം ഇല്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധനകളിൽ കുഴപ്പമൊന്നും ഇല്ലെന്നും സന്താനം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചോളാനും പറയും. എന്നാൽ സന്താന യോഗം ജാതകത്തിൽ ഉണ്ടായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരുന്നാൽ പരിശോധനകൾക്ക് കുഴപ്പങ്ങൾ കാണുകയും ചികിത്സ നടത്തുകയും അതിൽ കൂടി സന്താനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. ഗ്രഹനിലയിൽ സന്താന യോഗം ഉണ്ടായിട്ടും സന്താനം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രശ്നം വച്ച് സന്താനം ഉണ്ടാകാത്തതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച്
നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും കൃത്യമായി ചെയ്താൽ സന്താനം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും സന്താനം ഉണ്ടാകുകയും ചെയ്യും. ഇത് അനുഭവത്തിൽ നിന്നും ഉൾക്കൊണ്ടതാണ് അവസ്ഥ. അപ്പൊ ഇതെല്ലാമാണ് ഈ സന്താന യോഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.